യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സംഗരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നത് മാരുതി മുമ്പാം കവികൾ കണ്ട് എത്രയും നീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ടു. നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ, വാനരവീരരെ, നിങ്ങൾ ഇവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിടുവൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളേവരും എന്നരുൾ ചെയ്തു. നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാവബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം! എന്നോടു തന്നെ പൊരുന്നിതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവി. 12 നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വർഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചരവാനരമേദിനീ വാരിധി ശൈലവനങ്ങൾ ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മേധുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശിധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമജാപത്തിൻ മണിതന്നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും. ദേവമുനീന്ദ്രനാസം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികൾ ആനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീടിണിനാരൊക്കവെ. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവെ. മേഘത്തിനുള്ളിൽ നിന്നർക്ക ബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു. രാഘവൻ അന്നേരം മർക്കട നായകന്മാരോട് അരുൾ ചെയ്തത്, ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസ രാജ്യം മുഴുവൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താത സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായി ഏറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം.
ശൂർപ്പണഖയ്ക്ക് എന്തു കുറ്റം അതിൽ പരം? പെരുമാളല്ലയോ ദശകന്ധരൻ, ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ കരാതിയെ യുദ്ധേ വധിച്ചതും മൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു. സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായി വിഭീഷണൻ ചൊല്ലിനാൻ, മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമനല്ല വിവേകി വിഭീഷണൻ, സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തൻ മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള അമാത്യ ജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതും എല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ച് കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥം അന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കുകയും പാരം ഗുരുജനദ്വേഷവും ഉണ്ടിവന്. ആരോടുമില്ല കൃപയും ഒരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. യുദ്ധം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ട് ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും. അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ച് ഉന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നേ വാനരവീരരും. രാക്ഷസരോട് എതിർത്താരത് കണ്ടേറ്റ മൂക്കോടെടുത്ത് നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാർ. അതു നേരം വാഹനമാകിന വാരണ വീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ട് വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കപിരാജനും. നന്നായിതെന്ന് വിരൂപാക്ഷനുമധ വെട്ടിനാൻ വാനരനായക വക്ഷസി. പുഷ്ടകോപത്തോട് മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാൻ. അതുകൊണ്ടവൻ തെറ്റെന്നു കാലപുരം പൂക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ. തേരം തകർത്ത് സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിൽ അയച്ചത് കണ്ട് അതിക്രോധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം. പൊങ്ങും മിഴികളോടാകാം പൊങ്ങും മിഴികളോടാശരാധീശൻ. പോർ മതത്തോടുമടുത്തു കാപികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ. രാമനും ഐന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനൻ ആസുരമസ്ത്രമെയ്താൻ. അത് വന്നളവാതുരന്മാരായ ദാശുകാപികളും വാരണസൂകര കുക്കുട ക്രോഷ്ടകസാരമേയൂരക സൈരിഭ വായസവാനരസിംഹരുരു മൃഗകാകൃദ്രാനനമായി വരും ആസുരാത്രാത്മകം
ഉത്കരപട്ട സശക്തി പരശ്വമധ പരശ്വധ ഖഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പറന്നത് കണ്ടളവ് ആഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്ന് നിറഞ്ഞളവ് ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമാം അൽപേതരായുധം കാണായി തന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ച് അതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമെയ്താൻ ദശാനന നേരം ധൈര്യേണ രാഘവൻ പ്രത്യാസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരമാ ഖണ്ഡലവൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താൻ അതുകൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണൻ 7 ശരങ്ങളാലൂക്കോട് തൽക്ഷണേക്കേത് ഖണ്ഡിച്ചു വീഴ്ത്തിനാൻ 5 ശരം എയ്തു സൂതനെയും 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ട് വിഭീഷണൻ തച്ചു കൊന്നാൻ അതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണ അശ്വവേൽ കൊണ്ടതിക്രോധാൻ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതൽ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരു വേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൾപ്പൊക്കു ബാണങ്ങളെ വെയ്തു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാർ വിഭീഷണനെത്തത രക്ഷയ്ക്കിൽ നന്നു നിന്നെ പുനരന്നുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരൻ പേൽ കൊണ്ടു ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിനാർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചുടൻ ഉത്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോട് അരുൾ ചെയ്തിത് ആദരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്ന് രക്ഷിച്ചുകൊള്ളിനു സാധിക്കരുതേതും ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷാവരനെ വധിക്കുന്നവരുണ്ട് ഞാൻ കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളിൻ നിങ്ങൾ എല്ലാവരും ഇന്നൂമൽ കരകൗശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിലർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറ കെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായി തൂ രാവണനും ബലം രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാത്ത കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ ആയോധനെ ദശകണ്ഠനെ കൊൽവന്നൊരായുധ പാണി എന്നാകിൽ നിസ്സംശയം ദേവാസുരോ ഉരകചാരണാതാപസരെ വരും കണ്ടറിയേണം മമ ബലം ഇത്തം അരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ട് തോകിത്തുടങ്ങിനാൻ രാഘവരാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണ
ഗണം പൊഴിച്ചിടുന്നത് നേരം ഞാനൊലി കൊണ്ട് മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദ്യമുഴുത്തു രഘുകുല നായകൻ താരേയ താതനോട് ഏവം അരുൾ ചെയ്തു.